യേശുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നമ്മൾ പ്രാപ്തരാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? യേശുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരാൻ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ ഈ 3 കാര്യം നമുക്കുണ്ടായിരിക്കണം. 1, പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് വേണം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം തൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ നമുക്കറിയാൻ പറ്റും. 2, വിശുദ്ധന്മാരുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിലൂടെ യേശുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നമ്മൾ പ്രാപ്തരാകും. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ക്രിസ്തുവിന് സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്കറിയും, അതിലൂടെ നമ്മൾ പ്രാപ്തരാകും. 3-ാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ പ്രാർത്ഥിക്കണം. 1, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം, വിശുദ്ധന്മാരുമായിട്ടുള്ള ബന്ധം, ആഴമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നമ്മൾ പ്രാപ്തരാകും.